എടി എടി നമസ്കാരം പറ. നീ പറ. നീ പറ. നീ പറ. തീരുമാനമായെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറ. നമസ്കാരം. ആ നമസ്കാരം. ഞങ്ങൾ ഈ ഗായികമാരാണ്. അത് ലാൽ ജോസിന്റെ ഒരു പരിപാടിയല്ലേ? അയ്യോ അതെ, നായികന്മാര്. ഓ, ഞങ്ങൾ ഈ മൊഴിമാറ്റ സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ പാടുന്ന ഡബ്ബിംഗ്. ഐ ആം സിംഗർ ജോജി. എന്താ ഇത്ര വൈകിയത്? വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. ഇവളാ വണ്ടി ഓടിച്ചത്. ഡ്രൈവർമാർ മുഴുവനും തെറി പറഞ്ഞു. മൊഴിമാറ്റിയാണോ പറഞ്ഞത്? അല്ല, മലയാളത്തിലാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വഴി മാറ്റി. കണ്ടോ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാ, അതുകൊണ്ട് തുമ്മിയാ സോറി പറയും. ഇറ്റ്സ് ഓക്കെ. അല്ല, നിങ്ങൾ ഈ പാരമ്പര്യമായിട്ട് മൊഴിമാറ്റുന്ന ആൾക്കാരാണോ? തീർച്ചയായും. ആദ്യമായിട്ട് മൊഴിമാറ്റിയത് എന്റെ മുത്തച്ഛനാണ്. പാട്ടിലാണോ? ഏയ് അല്ല, കോർട്ടിലാ. കോർട്ടിലേ, ആ കോടതിയിലേ എന്റെ മുത്തച്ഛൻ ആദ്യമായിട്ട് കോടതിയിലാണ് മൊഴിമാറ്റി പറഞ്ഞത്. ഇപ്പോഴാണ് മുത്തച്ഛന്റെ പേരിൽ കേസെടുക്ക. നല്ല ബെസ്റ്റ് ഫാമിലി. സാറേ, ഞങ്ങളിപ്പോ പാടാൻ പോകുന്ന ട്രെൻഡി ആയിട്ടുള്ള പാട്ടാണോ? ഞാൻ ട്രെൻഡിന്റെ പുറകെ പോകാറില്ല. അതെന്താ? ട്രെൻഡി പോവും. ഓ, ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മുഴുവനും ശരണം വിളിയും മുദ്രാവാക്യം വിളിയല്ലേ? ഫോർ എക്സാമ്പിൾ, പറ. ഞാൻ പറയുമ്പോ ഏറ്റവും വിളിച്ചോളാം. നെഞ്ചു വിരിച്ച് ലാലേട്ടൻ, മീശ മുറുക്കി ലാലേട്ടൻ, പെട്ടും കിട്ടി ലാലേട്ടൻ, ആരെ കാണാൻ? ആന്റണി പെരുമാറി കാണാൻ. അതെന്താ അങ്ങനെ? അല്ല, അവരെ കണ്ടാലേ അയ്യപ്പനെ കാണാൻ പറ്റുള്ളൂ. ഓ അങ്ങനെ. എന്താടി ഇവനെന്താണ് ഇതിനോട് പറഞ്ഞത്? ഞങ്ങളിപ്പോൾ ഫാമിലിയോട് ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. പറയണേ അങ്ങോട്ട്. പറഞ്ഞു വിടണം. ഒരു പേപ്പർ നിറച്ച് വൃത്തിയിലിട്ട് ഈ മണ്ണിന്റെ കൈ കൊടുക്കാന്ന് പറഞ്ഞ. അയ്യോ ജോജി, ശരിയല്ല, ഇത് വൃത്തികേടല്ല. ഇത് ഞാൻ എഴുതിയ പുതിയ ഹിന്ദിപ്പാട്ടാ. ഹിന്ദിപ്പാട്ട് മൊഴിമാറ്റം ചെയ്തപ്പോ എങ്ങനെയാ കിട്ടിയത്? ആ, എന്നാ തുടങ്ങിക്കോ. 1 2 3. മുന്താണിക്കുള്ളിൽ ഒളിപ്പിച്ചു വന്നു നിനക്ക് വേണ്ടി, ലോകത്തെ ആരും കാണാതെ. മുന്നിൽ കുഴി പുറകിൽ കൊക്ക പറയൂ, എങ്ങോട്ട് പോകും ഞാന്? മുന്നിൽ കുഴി പുറകിൽ കൊക്ക പറയൂ, എങ്ങോട്ട് പോകും ഞാന്? 1 2 3 4 നൃത്തശാലയിലോട്ട് കേറി കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടി എനിക്ക്. ഓ, വെരി 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 ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓ, താങ്ക് യു സാർ. അടുത്ത ഏത് പാട്ടാണ് സാർ? ശരീര സംരക്ഷകൻ, ബോഡി ഗാർഡ്. മെലഡിയാണ്. നിന്റെ പ്രേമ കഥ വലിയ പാടാണ്, 2 വരിയിലത് പറയാൻ പണിയാണ്. ഒരു പെണ്ണിന്റെയും ഒരു ചെറുക്കന്റെയും പ്രേമ കഥ ഇത് പുതുതാണ്, 2 വരിയിലത് പറഞ്ഞാൽ